ഇത്രക്കും ക്രിസ്പി ആയിട്ടുള്ള പപ്സ് നമുക്ക് വീട്ടിൽ തന്നെ മാവൊക്കെ കുഴച്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ലീഫൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മാവിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള ഐറ്റമാണ് ഡാൽഡ, അത് 3 സ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലീഫിന് നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡാൽഡ. അപ്പോൾ എന്തായാലും അത് മറക്കണ്ട. അത് 3 സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലേക്കൊന്ന് കുഴച്ചെടുത്തിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലേക്കൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ ഈ റെസിപ്പി ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കിട്ട വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പപ്സിൻ്റെ റെസിപ്പി ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. പിന്നെ എൻ്റെ ഫാമിലി 2-3 ആൾ ചോദിച്ചപ്പോൾ ഞാൻ വെച്ചാൽ അതൊന്ന് ചെയ്യാം. ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി കുറച്ച് മല്ലിച്ചപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നല്ലേക്കൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചെറിയ തക്കാളിൻ്റെ പീസും ഇട്ട് കൊടുക്കാം. മുട്ട പപ്സിൻ്റെ മസാല ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ കുഴച്ച് വെച്ച് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ചെറിയ ബോൾസാക്കി എടുക്കുന്നുണ്ട്. അതിതാ മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് പരത്തിയെടുക്കുന്നില്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം. 2 സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം കുക്ക് ചെയ്തെടുക്കണ്ട. ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ബബിൾസൊക്കെ വരില്ലേ, അതേപോലെ ആയി വരുമ്പോൾ ഒന്ന് എടുക്കാം. എന്നിട്ട് ഇതാ ചൂടുപാത്രത്തിൽ തന്നെ ഇട്ട് വെക്കണേ, അല്ലെങ്കിൽ അതൊന്ന് ഹാർഡായി പോകും. എന്നിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മെയ്ദ ഒന്ന് ജസ്റ്റ് ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഫില്ലിങ് വെക്കുക, മുട്ട വെക്കുക. എന്നിട്ട് ഇതേപോലെ ഷേപ്പാക്കിയിട്ട് എടുക്കുക. നല്ല ടൈറ്റിൽ വേണം ആക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ ആക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ച മെയ്ദയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതേപോലെ ആക്കിയെടുത്താൽ മതി. എന്നിട്ട് അതിനെക്കൊണ്ട് നല്ലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നല്ല ഷേപ്പാക്കിയിട്ട് കിട്ടും. ഇതേപോലെ ഞാനിതാ എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയൊന്നും പണിയില്ല, നല്ലേക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്രൈ ചെയ്യുമ്പം ഓയിൽ നല്ലേക്ക് ചൂടായിട്ട് വന്നാൽ പിന്നെ ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ബ്രൗൺ കളർ ആവുന്നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടാൽ വേഗം കരിഞ്ഞു പോകും. കുറച്ച് സമയം എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ക്രിസ്പി ആയിട്ടുള്ള പപ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ചാനൽ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.